നമ്മൾ പെട്ട്. ആ ഫ്ലൈറ്റ് പോകത്തില്ല, നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് പോകത്തില്ല. എന്തോ അതൊന്നും അറിയത്തില്ല. മുന്നോട്ട് പോയി നോക്കുകയാണ്, ഒരു പിടിയില്ല. നമ്മുടെ ഫ്ലൈറ്റിന് എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ നമുക്ക് വേറെ വിമാനം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് 5:15 വിടുന്നാണ് പറയുന്നത്. ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടുള്ള റിഫ്രഷ്മെന്റ് ആണ് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഇതല്ലേ. ഇന്നൊരു വിമാനയാത്ര വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ നിന്നും ബീഹാറിലെ പാട്നയിലേക്ക് പോവാണ്, ഹൈദരാബാദ് വഴി. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മൾ യാത്ര പോവാണ്. നമ്മൾ ഓണത്തിന് മുമ്പ് പോയിട്ട് തന്നെയാണ്, ഓണത്തിന് ഒന്നും പോയില്ലായിരുന്നു. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോയിട്ട് വരാം കേട്ടാ. പാട്ടിന വൈകിട്ടെത്തും. രാവിലെ അമ്മ എണീറ്റ് അമ്മയുടെ രാവിലെ ചായ കുടിച്ചിട്ട് രാവിലെ പോകുന്നത്. രാവിലെ ചായ കുടിച്ചിട്ടൊരു പവർ എടുത്തിട്ടില്ല. അപ്പം മാമൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാമനാണ് എന്നെ കൊണ്ട് എയർപോർട്ടിൽ വിടുന്നത്. രാവിലെ 6 മണിക്ക് മാമൻ വന്നിട്ടുണ്ട് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നെ എയർപോർട്ടിൽ വിടുക. ശരി, ബൈ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം വിമാനയാത്ര നടത്താൻ പോകണം. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും കുറേ വിമാനയാത്ര വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കൊച്ചി ടു ഡൽഹി, മറ്റേ വിസ്താരയിൽ ബിസിനസ് ക്ലാസ്, പിന്നെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കൊച്ചി ടു പാട്ന വയ ഹൈദരാബാദ് ഇൻഡിഗോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുന്നിൽ നമ്മുടെ ടെർമിനൽ 1 അവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണിയായി. നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് 9:15 കണക്ഷൻ ഫ്ലൈറ്റാണ്. 9:15 ഇവിടെ നിന്ന് എടുത്തിട്ട് 10:45 ഈ ഫ്ലൈറ്റ് ഹൈദരാബാദ് എത്തും. അവിടെ നിന്ന് 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാട്നയ്ക്കുള്ള ഫ്ലൈറ്റ്. അത് വൈകിട്ട് 4 മണിക്ക്. രാവിലെ തന്നെ എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട്. രാവിലെ കുറേ ഫ്ലൈറ്റ് പോകുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോയി കയറാം. ഞാൻ ഡിജി യാത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിജി യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ ബോർഡിംഗ് പാസ്, ഡിജി യാത്ര എന്ന ആപ്പുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബോർഡിംഗ് പാസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഒരു QR കോഡ് ഒരു സംഭവം വരും. ആധാർ ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ആ QR കോഡ് കാണിച്ചാൽ മതി എല്ലായിടത്തും. നമുക്ക് വേറെ സെപ്പറേറ്റ് ID കാർഡ് ഒന്നും ബോർഡിംഗ് പാസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ QR കോഡ് കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡിജി യാത്രയുടെ പ്രത്യേകത. വേറെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള IDയോ അങ്ങനെയൊന്നും കാണിക്കേണ്ട അവസ്ഥ വരത്തില്ല. ഈ QR കോഡ് പോലും കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫേസ് കാണിച്ചാൽ മതി. കാരണം ഫേസ് വെച്ചാണ് ഈ സാധനം വർക്ക് ചെയ്യണേ. ജസ്റ്റ് ഫേസ് കാണിക്കാൻ കയറുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നമ്മളാണ് 9:15 ഹൈദരാബാദ് ജയ്പൂർ ഫ്ലൈറ്റ് ആണ് കേട്ടോ. അതായത് ഹൈദരാബാദ് നേരെ ജയ്പൂർക്ക് പോകും. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. ഈ കുഞ്ഞു ടോയ്സും സംഭവങ്ങളും ഉപ്പേരിയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്യൂരിറ്റി ചെക്കിന് അവിടെ പോവാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കയറാം, കുഴപ്പമില്ല. സെക്യൂരിറ്റി ചെക്കാണ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ സുരക്ഷാ പരിശോധനയ്ക്കായിട്ടാണ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാണ്ട് ഇവിടെ ഗേറ്റിനവിടെ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ഗേറ്റിൽ കൂടെയാണ് നമുക്ക് കയറേണ്ടത്. ഗേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേയുടെ ടേംസ് വെച്ച് നോക്കേണ്ട പ്ലാറ്റ്ഫോം. അപ്പോൾ ഇത് ഗേറ്റ് നമ്പർ 4 ആണ്. ഇത് മുംബൈയിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനമാണ്. ഇതെല്ലാം 320 വിമാനമാണ്. അത് എയർബസിൻ്റെ ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കണ്ടോ. ഇതിപ്പോൾ എൻ്റെ എയറോ ബ്രിഡ്ജ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എയറോ ബ്രിഡ്ജ് പിടിപ്പിക്കുന്നത് ഒരാളുണ്ടായിട്ട് ഓപ്പറേറ്റർ ഉണ്ടാവും. പിന്നെ താഴെ കുറേ ഇത് ചെക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കാർഗോ ഇറക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്, എണ്ണ അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമ്പോൾ ചുറ്റിനും ആൾക്കാരായിരിക്കും അത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന വിമാനം 6C913 എന്നുള്ളത് എയർബസിൻ്റെ A321 വിമാനമാണ്. അപ്പോൾ അതിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിക്ക് ഇപ്പോൾ 8:45 ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്യും. 9:15 എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ഫ്ലൈറ്റ് നേരെ ജയ്പൂർക്ക് പോകുന്നതാണ്. ഇതിന് ഹൈദരാബാദ് ഇടയ്ക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിന് ഡയറക്റ്റ് ആൾക്കാർക്ക് ജയ്പൂർ പോയി ഇറങ്ങാൻ പറ്റും. ഈ ഫ്ലൈറ്റ് തന്നെ ഇരുന്നാൽ മതി, വേറെ ഫ്ലൈറ്റ് മാറിക്കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബോർഡിൽ ഹൈദരാബാദ് ജയ്പൂർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹൈദരാബാദ് ഒരു 10:45 എത്തും. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ മതി ഹൈദരാബാദ് എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ യാത്ര ശരിക്കും പോകേണ്ടിയിരുന്നു. നമ്മൾ സാറിന് ഗോരഖ്പൂർ പോകേണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാലിന് ചെറിയൊരു പണി കിട്ടി. കാലൊന്ന് മണങ്ങി കുറച്ച് പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇറങ്ങിയത്. അതിനിടയ്ക്ക് പനിയും പിടിച്ച് ആൾ പറ്റിപ്പോയത്. അപ്പോൾ നമ്മുടെ യാത്ര ഞാൻ
നിങ്ങൾ തരി എനിക്ക് വട്ടാണോ ഈ രപ്തിസാറിന് കയറാൻ വേണ്ടിയാണ് ഒരു ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നത്. ആ വണ്ടിക്ക് ഞാൻ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയ ടൈമിൽ രാവിലെ 8 മണിക്ക് എടുത്ത ടിക്കറ്റ് വെറുതെ ക്യാൻസൽ ചെയ്യണ്ടല്ലോ. അതുമല്ല ഇനി ആ വണ്ടിയിൽ ഒരു കൺഫേം സീറ്റ് യാത്രയാണെങ്കിൽ മാസങ്ങളെടുക്കും. അതിലും ഭേദം ഇപ്പോൾ പോകുന്ന എന്തായാലും പോകാമെന്ന് വെച്ച് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ. ഇവിടുന്ന് ബീഹാറിലേക്ക് വിമാനത്തിൽ പോകാന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന ഈ ഹൈദരാബാദ് എയർപോർട്ട് ഇന്ത്യയിലെ 4ാമത്തെ ബിസിയസ്റ്റ് എയർപോർട്ടാണേ. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഡിപ്പാർച്ചർ നോക്കി, എയർപോർട്ടൊക്കെ എങ്ങോട്ടൊക്കെ ഫ്ലൈറ്റ് എന്ന് പറയും എല്ലാം ഇൻഡിഗോ ആണ് തോന്നുന്നു ഇവിടെ കൂടുതലുള്ളത്. എല്ലാ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഫ്ലൈറ്റ് ഉണ്ട്. അതും പേര് കേൾക്കാത്ത ഓരോ സ്ഥലങ്ങളും പോരെ. കുറേ ഈ ചെറിയ സ്ഥലങ്ങളിലേക്കെല്ലാം അവിടെ നിന്ന് ഹൈദരാബാദിൽ ഫ്ലൈറ്റ് ഉണ്ട്. ഇൻഡിഗോ, സ്റ്റാർ എയർ, ഫ്ലൈ 91 അങ്ങനെ കുറേ എയർലൈനൊക്കെ. ഇൻഡിഗോ ആണ് കൂടുതലും. ബൈ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലാർജസ്റ്റ് എയർപോർട്ടും കൂടെയാണ് ഹൈദരാബാദ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഗൈസ്, ഈ സാധനം കണ്ടോ? ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. പക്ഷേ ആ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ലിവറി അല്ല ഇത് ചൈന സദേൺ എന്ന എയർലൈൻസ് ഉണ്ട് ചൈനയുടെ. അവരുടെ ഫ്ലൈറ്റ് എനിക്കൊന്ന് ലീസിനെടുത്തതോ വാങ്ങിച്ചോ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇതിപ്പം ഹൈദരാബാദിൽ നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബോയിങ് 737 മാക്സ് 8 വിമാനമാണ് കിടക്കുന്നത്. ഇത് നേരത്തെ ചൈന സദേൺ എയർലൈൻസിൻ്റെ ആയിരുന്നു. അതാണ് ആ ഒരു ലിവറി ഉള്ളത്. ആ ചൈന സദേൺ എയർലൈൻസിൻ്റെ ആ ഒരു ലിവറിയാണ് കാണുന്നത്. കണ്ടോ? ഭയങ്കര വെറൈറ്റി ഒരു സംഭവമാണ്. നമ്മൾ ഈ ട്രെയിനിൽ പല ലിവറി കാണത്തില്ലേ ഈ ഒരു ലോക്കോയിലൊക്കെ, അതേപോലെ തന്നെയാണ് ഈ ഫ്ലൈറ്റിലും. കണ്ടോ? ഇത് നേരത്തെ ആ ചൈന സദേൺ എയർലൈൻസിൻ്റെ വിമാനമായിരുന്നു. അതിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വാങ്ങിച്ചതോ ലീസിനെടുത്തോ എന്തോ ആണ് കേട്ടോ. എനിക്ക് 737 മാക്സ് 8 വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന വിമാനമാണ്. നമുക്ക് ഹൈദരാബാദ് പോകേണ്ട നമ്മുടെ ഇൻഡിഗോ വിമാനം എയർബസ് A321 മോഡൽ വിമാനമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഹൈദരാബാദിന് ബിഫോർ ടൈം അടിച്ച് 1/2 മണിക്കൂർ ബിഫോർ ടൈം അടിച്ച് ഇവിടെ വന്നതാണ്. ഇതിനും സ്ലാക്ക് ഉണ്ട്, ഈ വിമാനത്തിന് സ്ലാക്ക് ഉണ്ട്. അപ്പോൾ അത് ബിഫോർ ടൈം അടിച്ചായിട്ട് ഇവിടെ വന്ന് കയറുകയാണ്. ഇനിയിപ്പം നമ്മുടെ ബോർഡിങ് ഇപ്പോൾ തുടങ്ങും. വൈകാതെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. കാരണം ഫ്ലൈറ്റ് ഫുള്ളാന്ന് പറഞ്ഞ് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു. ഫ്ലൈറ്റ് ഫുൾ ഓടാണ്. അതുകൊണ്ട് പ്രീ ബോർഡിംഗ് ഉണ്ടായിരുന്നു. അതായത് അകത്ത് പോയിട്ട് തിരക്കാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഹൈദരാബാദ് വരെയുള്ള ആൾക്കാരുടെ ബാഗൊക്കെ ഇവർ മേടിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫ്ലൈറ്റ് ഫുള്ളാണ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 4ാമത്തെ റോ ആയതുകൊണ്ട് നമുക്ക് അവസാനം കയറിയാൽ മതി. ഫ്രണ്ടിലാണ് 4ാമത്തെ റോയിൽ വിൻഡോ സീറ്റാണ് എൻ്റെ. അപ്പോൾ ലാസ്റ്റ് കയറിയാൽ മതി. നമ്മളങ്ങനെ വിമാനത്തിൽ കയറാൻ പോവുകയാണ്. കുറേ നാളെ വിമാനത്തിൽ കയറിയിട്ട്. അപ്പോൾ വിമാനത്തിൽ കയറാൻ പോവുകയാണ്. ബോർഡിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. എൻ്റെ ഫ്ലൈറ്റിൽ കയറി. ഇതാണ് എൻ്റെ സീറ്റ്. 4F ആണ്. 4ാമത്തെ റോയിലാണ്, റൈറ്റ് സൈഡിൽ. അപ്പോൾ വിൻഡോ സീറ്റാണ്. അപ്പോൾ അപ്പുറത്തൊരു എയർ ഇന്ത്യ അവിടെ റെഡി ആയി കിടപ്പിട്ട്. വണ്ടി ഫുള്ളാണ്, ഫുള്ളി ലോഡറാണ്. Your cooperation with crew instructions helps us provide you a pleasant journey. As a travel, in the unlikely event of a water landing, take the life jacket from under your seat, slip it over your head, secure the strap around. ഒരു വിമാനം ലാൻഡ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ്. ഒരു എയർ ഇന്ത്യയുടെ വിമാനം തന്നെ ലാൻഡ് ചെയ്യുന്നുണ്ടാ. നമ്മളങ്ങനെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലേക്കാണ്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി നേരത്തെ അവിടെ ലാൻഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് എടുത്തത് നേരത്തെയാണ്. നല്ല യാത്രയായിരുന്നു ഹൈദരാബാദ് വരെ. നല്ല ടേക്ക് ഓഫ് ആയിരുന്നു, നല്ല ലാൻഡിങ് ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു. ഇങ്ങനെ ഒരു സീനും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാനും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി എയറോ ബ്രിഡ്ജ് വഴി നമ്മൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ് എന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. സാധാരണ എക്സിറ്റിലേക്കാണല്ലോ ആൾക്കാർ പോകുന്നത്, നമുക്ക് ട്രാൻസ്ഫറിലേക്കാണ് പോകേണ്ടത്. നല്ല യാത്രയായിരുന്നു. എൻ്റെ ചെവി അവിടെ തുറന്നു വരുന്നതേ ഉള്ളൂ. ചെവി രണ്ടും അടഞ്ഞിരിക്കുക. ആ പ്രഷർ ഡിഫറൻസ് കാരണം ചെവി അടയുമല്ലോ. അപ്പോൾ ചെവി തുറന്ന് വരുന്നതേ ഉള്ളൂ. ഹൈദരാബാദ് എയർപോർട്ടിൽ പണ്ടെങ്ങാണ്ട് ഇവരുടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിപൊളി എയർപോർട്ടാണ്, കാണിച്ചു തരാം.
അപ്പോൾ നമുക്കിവിടെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സിന് അങ്ങോട്ട് വേണം പോകാൻ, കാരണം നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തല്ലേ പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇനി ഇവിടേക്കാണ് സെക്യൂരിറ്റി ചെക്കൊക്കെ. ഈ സാധനം കണ്ടു, ഇതൊരു പ്രൈവറ്റ് ജെറ്റാണ്. ഇത് ആരുടെയോ പ്രൈവറ്റ് ജെറ്റാണ്. അല്ല ക്യൂട്ട് കുഞ്ഞ് വിമാനം. അതിൻ്റെ എൻജിൻ കണ്ടത്, എൻ്റെ എൻജിൻ 2 എണ്ണം പുറകിലുള്ളത്. നമ്മുടെ വിമാനമാണെങ്കിൽ നേരത്തെ എടുത്തു, 9 എടുക്കേണ്ട സാധനം 9:08 എടുത്തു. എന്നിട്ട് നേരത്തെ ഇവിടെ എത്തിച്ചു, 10:20 ആയപ്പോഴേക്കും എത്തിച്ചു. വേഗം എത്തി, കാട്ടിനടച്ചിറക്കുന്നതിന് മുമ്പ് ഹൈദരാബാദ് എത്തി, വളരെ പെട്ടെന്ന് എത്തി. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഡിജി യാത്രയുടെ ക്യൂവില്ല. ഒരു ഡിജി യാത്രയ്ക്കും ക്യൂ ആണ് ഇവിടെ, അത്രയ്ക്ക് തിരക്കാണ് ഡിജി യാത്ര പോലെ. ഇവിടെ എൻകാം എന്നൊരു ലോഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ ലോഞ്ചിൽ കയറി നമുക്ക് അകത്ത് കയറി ഭക്ഷണം കഴിക്കാം. ലോഞ്ച് എന്താണെന്നും ഇതിലെങ്ങനെ കയറാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അറിയാത്തൊരു ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാണ് ലോഞ്ച് കേട്ടോ. ഈ ലോഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലെ വെയിറ്റിംഗ് ഹോളാണ്, പക്ഷേ പ്രീമിയം ആണ് സംഭവം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാമെങ്കിലാണ്, ഈ ലോഞ്ചിനകത്ത് നമുക്ക് കയറണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേണം, ലോഞ്ച് ആക്സസ് ഉള്ള ക്രെഡിറ്റ് കാർഡ് വേണം. അതിപ്പം നമ്മൾ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഒട്ടുമിക്ക അത്യാവശ്യം നല്ല പ്രീമിയം ക്രെഡിറ്റ് കാർഡിനുള്ള 2 ലോഞ്ച് ആക്സസ് കാണും 1 വർഷം. അപ്പം എൻ്റെ ഇപ്പം ഞാൻ കയറി എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ 2 ക്യൂ ഉണ്ട്. അതിൽ നോർമൽ ക്രെഡിറ്റ് കാർഡിനുള്ള ക്യൂ ഉണ്ട്, പ്രയോറിറ്റി പാസ്സിനുള്ള കാർഡിനുള്ളൊരു ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രയോറിറ്റി പാസ് ഉള്ളതുകൊണ്ടാണ് വേഗം കയറി, അല്ലെങ്കിൽ ക്യൂ നിൽക്കണം അത്രയും. അപ്പോൾ ഈ പ്രയോറിറ്റി പാസ് എനിക്ക് ആക്സിസ് ബാങ്ക് ഉള്ളതുകൊണ്ട് എൻ്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഈ പ്രയോറിറ്റി പാസ് എന്ന കാർഡ്. അതിന് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബാങ്ക് തരുന്നതാണ്. അപ്പോൾ ആ കാർഡ് വെച്ച് നമുക്ക് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് അല്ല ഇതേപോലെ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ കയറുന്ന പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. 2 രൂപ എങ്ങാണ്ട് ആവത്തേ ഉള്ളൂ, 2 രൂപ, 2000 അല്ല 2 രൂപ, അത്ര എങ്ങാണ്ട് ആവത്തുള്ളൂ. ഫ്രീ ആണ്. നമ്മുടെ ബാങ്ക് നമുക്ക് തരുന്നൊരു സേവനമാണ് ഈ ലോഞ്ച് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് വഴി. അപ്പോൾ ഈ ലോഞ്ച് നടത്തുന്ന ആൾക്കാർക്ക് ബാങ്ക് പൈസ കൊടുത്തോളും. 2 മണിക്കൂർ ഇതിനകത്ത് ഇരിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ 2 ആക്സസ് ഉണ്ടല്ലോ, അപ്പം ഒന്നുകൂടെ കയറി നമുക്ക് കാർഡ് വരച്ചാൽ കയറാൻ പറ്റും. 2 മണിക്കൂർ അതിന് തിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സീറ്റിംഗ്, ഫുഡൊക്കെ ഉണ്ട്. ഫുഡെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും, ഒന്നിനും പൈസ കൊടുക്കണ്ട. 1 മണി വരെയൊക്കെ നമുക്കിപ്പോൾ ഇരിക്കാൻ പറ്റും. 1 മണി വരെ ഇതിനകത്തിരുന്ന് നമുക്ക് കുറച്ച് നേരം ഇരിക്കാം, പിന്നെ ഫുഡ് കഴിക്കാം. സെറ്റപ്പാണ് കേട്ടോ. ഇത് ഈ ഫുഡിൻ്റെ സെക്ഷനാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. ഇതിൽ ആൾക്കാർ കയറി വരുന്ന എല്ലാത്തിനും ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ, വേറെ ഒന്നിനുമല്ല. ഞാൻ ഉച്ചക്കത്തേക്ക് ഭക്ഷണം എടുത്തത് എനിക്ക് നൂഡിൽസ് എടുത്തു, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ മഞ്ചൂരിയൻ എന്ന സാധനം ഉണ്ടായിരുന്നു, പിന്നെ ആന്ധ്ര ടൈപ്പ് ഒരു ചിക്കൻ കറി, പിന്നെ ഇവരുടെ രസമുണ്ട്. ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ എടുത്തത്. ഇവിടെ കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു. 12:30 ആയപ്പോഴും ഓപ്പൺ ആയത്. ഡെസേർട്ടായിട്ട് സേമിയ പായസം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സേമിയ പക്ഷേ ഭയങ്കര തിന്നാണ് കേട്ടോ, ഭയങ്കര തിൻ സേമിയാണ്. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി, ലോഞ്ച് ഇപ്പോൾ 1 മണിയായ സമയം. അപ്പോൾ നമുക്ക് ചുമ്മാ എയർപോർട്ടൊന്ന് നടന്നിട്ട് വരാം. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോർഡിങ് തുടങ്ങുമായിരിക്കും. ഗേറ്റ് ഒന്നും വന്നിട്ടില്ല ഇതിലായിട്ടും. 3:45 രസം എന്ന് പറയാം. 3:55 നമ്മുടെ ഫ്ലൈറ്റ് വിടേണ്ടത്. അപ്പോൾ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചു 3:45 വിടും, 10 മിനിറ്റ് നേരത്തെ വിടും എന്നൊക്കെ പറഞ്ഞു. ഒരേ എന്തല്ലേ. ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ പേരെന്ന് അറിയോ? രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എല്ലാം ഇൻഡിഗോ കേട്ടോ. എയറിൻ്റെയൊക്കെ ഭയങ്കര കുറവ്, എല്ലാം ഇൻഡിഗോ ആണ്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ കുറേ ഇതേപോലെ റെസ്റ്റോറൻറ്റ്സും സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. ഭയങ്കര കത്തിയായിരിക്കും ഇവിടെയൊക്കെ. എന്തെങ്കിലും ഒരു ചായ എടുക്കേണ്ട തന്നെ 10-30 രൂപയൊക്കെ ആവും. ഭയങ്കര കത്തിയായിരിക്കും ഇവിടെ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ. ഇത് മോളിൽ വന്നപ്പോഴേക്കും ഒരു ഷോപ്പിംഗ് മോൾ പോലെ അടങ്ങി എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഇത് മുകളിൽ സബ്വേ ഉണ്ട്, KFC ഉണ്ട്, അതല്ലാണ്ട് തന്നെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി നല്ല എയർപോർട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു എയർപോർട്ട് ഹൈദരാബാദ്. നമുക്ക് ഇവിടെ വന്ന വിമാനമൊക്കെ പോകുന്നതും വരുന്നതൊക്കെ കാണാം, പക്ഷേ എല്ലാം ഇൻഡിഗോയാണ് കേസ്, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഒരെണ്ണം ടേക്ക് ഓഫിനായിട്ട് ഒരെണ്ണം പോകുന്നുണ്ട്, ഒരെണ്ണം തന്നെ ഇങ്ങോട്ട് ടാക്സി ചെയ്ത് വരുന്നുണ്ട്. അയ്യോ എല്ലാം ഇൻഡിഗോ കേട്ടോ. അവിടെ പഴയ 2 എയർ ഇന്ത്യ കിടപ്പുണ്ട്, വേറെ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ഇതാണ് ഇൻഡിഗോ ആണ്. നമ്മുടെ പട്നയിലേക്കുള്ള ഇൻഡിഗോ വിമാനം ഗേറ്റ് നമ്പർ 5 വരുമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ഓൺലൈനിലൊരു വെബ്സൈറ്റ് ഉണ്ട് പറഞ്ഞാൽ, അതിന് നോക്കിയപ്പോൾ കണ്ടു. അറിയില്ല, ഇനി ഇവിടത്തെ കൂടെ നോക്കണം. ഇനി ഇവിടെ കുറേ ഗേറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ഗേറ്റ് ഉണ്ട്. കാരണം എല്ലാം ഇൻഡിഗോ കളിക്കുന്നത്, ഇൻഡിഗോയുടെ ബേസ് ആണ് തോന്നുന്നു ഇവിടെ. ഇഷ്ടം പോലെ ഇൻഡിഗോ, ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തേക്കും ഇവിടെ നിന്ന് ഇൻഡിഗോ ഉണ്ട്. നിങ്ങളെ ഇവിടുത്തെ ഈ അറൈവൽ ഡിപ്പാർച്ചർ നോക്കിയാൽ തന്നെ കാണാം, എല്ലാം ഇൻഡിഗോ ആണ് കേട്ടോ. ഡൽഹിയിലൊക്കെ പോയാൽ കൂടുതലും എയർ ഇന്ത്യയാണ് കാണുന്നത്, പക്ഷേ ഇവിടെ എല്ലാം അത് ഏതൊക്കെ സ്ഥലം നോക്കിയാൽ കോയമ്പത്തൂർ, ഷിർഡി, വിജയവാഡ, റായ്പൂർ, അയോധ്യ, ഡെറാഡൂൺ, പിന്നെ അയ്യോ അപ്പോഴേക്ക് തെലുങ്ക് കയറി വന്നത്. അപ്പോൾ കുറേ 120, 122 എന്നൊക്കെ പറഞ്ഞ് ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. വഡോദര, ഇൻഡോർ, ജഗദൽപൂർ, ഇങ്ങോട്ടെല്ലാം ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് പോരെ. ATRും എല്ലാ സാധനവും ഉണ്ട്. മധുരൈ, നാസിക്, കൊൽക്കട്ട, ഡൽഹി, വിശാഖപട്ടണം, പോണ്ടിച്ചേരി, ജോധ്പൂർ,
അമ്മേ എങ്ങോട്ടൊക്കെ അല്ലേ. നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് പാട്ന പോകുന്നത് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പാട്നയിൽ സ്റ്റേ ആണ്. നമ്മൾ അടുത്ത ദിവസം രാത്രിയിലാണ് ബറോണിക്ക് പോകുന്നത്. നമോ ഭാരത് മറ്റേ റാപ്പിഡ് ട്രെയിൻ ഉണ്ടല്ലോ, വന്ദേ മെട്രോ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ വണ്ടിക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ ബറോണിക്ക് പോകുന്നത്. അതായത് നമ്മൾ പാട്നയ്ക്ക് പോകേണ്ട ഇൻഡിഗോ എയർബസ് A320 വിമാനം എന്താണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഭുവനേശ്വറിൽ നിന്ന് വരുന്ന വിമാനമാണ്. ഇപ്പോൾ ഭുവനേശ്വറിൽ നിന്ന് ഹൈദരാബാദ് വേണ്ടിയത് പാട്ന പോകും. അങ്ങനെയാണ് ഈ വിമാനം എപ്പോഴും പോകുന്നത്. ഇത് ഭുവനേശ്വറിൽ ഇപ്പോൾ ഹൈദരാബാദ് രണ്ട് പാട്ന പോയിട്ട് പാട്നയിൽ നിന്ന് പിന്നെയും തിരിച്ച് ഇതേപോലെ തന്നെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് രണ്ട് പാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഭുവനേശ്വറിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ട് വണ്ടി ക്ലീൻ ചെയ്തിട്ട് നമ്മളെ കയറ്റി വേണ്ടി ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ഫുൾ ഓടാന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വേഗം ബോർഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറകിലുള്ള ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സീറ്റ് ഇങ്ങോട്ട് വരാനായിട്ടുള്ള 4ാമത്തെ റോ തന്നെയാണ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കയറിയാൽ മതി. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ലാസ്റ്റാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ആൾക്കാരെല്ലാം കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിനകത്ത്. നമ്മൾ ലാസ്റ്റാണ്. നമ്മളിവിടെ ബോർഡിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ അവർ നമ്മൾ നിർത്തിയിരിക്കുകയാണ് മറ്റേ എയറോ ബ്രിഡ്ജിൽ. ആ പ്ലെയിനകത്തോട്ട് ആൾക്കാരെ കയറ്റിയിട്ടില്ല. എന്തോ സംഭവം നിർത്തില്ല. ഇവിടെ കുറേ പേരൊക്കെ ചൂടായി അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇപ്പം ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. നമ്മൾ അങ്ങോട്ട് കയറാൻ പറഞ്ഞില്ലേ, കുറേ നേരം നമ്മളെ നിർത്തിയിട്ടെന്ന് പറഞ്ഞില്ലേ. ആ ഫ്ലൈറ്റ് പോകത്തില്ല, നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് പോകത്തില്ല. വേറെ ഏതോ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു അവിടെ ഒരു പുള്ളി പറഞ്ഞു. എന്തോ അതൊന്നും അറിയത്തില്ല. മുന്നോട്ട് പോയി നോക്കുകയാണോ ഒരു പിടിയില്ല. ക്യാൻസലാവുമോ എന്തോ ഒരു പിടി. ക്യാൻസലാക്കത്തില്ല, അവർ വേറെ എന്തെങ്കിലും ഫ്ലൈറ്റ് വല്ല അറേഞ്ച് ചെയ്ത് തരുകയും. എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. പെട്ടുപോയി. നമ്മുടെ ഫ്ലൈറ്റിന് എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതോ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരുമെന്നൊക്കെ അവരോടെ പറഞ്ഞ്. എന്തോ പരിപാടിയൊക്കെ നോക്കല്ലേ. ഇത് നമ്മൾ ആ സെക്യൂരിറ്റി ചെക്ക് ഇല്ലേ, അവിടെ ആണേ. അപ്പോൾ അവിടെ വന്നിട്ട് ഈ പുള്ളിക്കാരി പറയാ പട്നയ്ക്കുള്ള ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യ് പറയാമെന്ന്. എന്തോ ഇടപാടാണ് നമുക്ക്. ദൈവമേ, ഓരോ പണി. നമുക്കിന്നവിടെ എത്തിയിട്ട് വലിയ തെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, കൊച്ചി ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ആയിരുന്നു. അയ്യോ പെട്ടുവേനെ. പ്ലീസ് ടേക്ക് ഹിയർ. ആ ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതാണ് അവർ അത് വിടുന്നില്ല എന്ന് പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ നമുക്ക് വേറെ വിമാനം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് 5:15 വിടുമെന്നാണ് പറയുന്നത്. ഇത് ഗേറ്റ് നമ്പർ 102 വിടുമെന്ന് പറയുന്നു. അയ്യോ, അങ്ങനെ ഏകദേശം 3:45 വിടേണ്ട വണ്ടി 5:15 വിടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ രസം കേൾക്ക്, ഇത് നമ്മളെ ഇറക്കിയിട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന മറ്റേ ട്രാൻസ്ഫറിൻ്റെ അവിടെ. അപ്പോൾ അവിടെ വീണ്ടും സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാകും. അങ്ങനെ 2 തവണ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. എന്തോ പരിപാടി. ആ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് വിട്ടതല്ലേ, പിന്നെയും ചെയ്ത് വിടുന്ന സമയം കണ്ട എന്തോ ആവശ്യം എനിക്കറിയത്തില്ല. ഒക്കെ അവരുടെ പ്രോട്ടോക്കോളായിരിക്കും, നമുക്ക് അതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അയ്യോ അമ്മ ഓടുമായിരുന്നു. അപ്പോൾ 102 നമ്മുടെ വിമാനം റെഡിയായി കിടപ്പണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിന് എന്താവുമെന്ന്. ഇവിടെയാണ് നമ്മുടെ പുതിയ ഗേറ്റ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ബസ് വന്നിട്ട് ബസ്സിൽ കൂടെ കൊണ്ടുപോയി എങ്ങാണ്ടോ കയറ്റുന്ന പരിപാടി എന്താണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടൈം എടുക്കും എന്തായാലും. 5:15 വിടുന്ന തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ 4:40. ആൾക്കാരൊന്നും വന്നിട്ട് പോലും ഇല്ല സെക്യൂരിറ്റി ചെക്ക് ചെയ്യേണ്ടത്. നമ്മളാണ് ആദ്യം വന്നത്. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി 2 ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. 2 ബസ്സിലൊന്നും ആൾ കഴിയാൻ തോന്നുന്നില്ല. ആദ്യത്തെ ബസ്സിൽ തന്നെ നമുക്ക് കയറിപ്പോവാം. ഇതവർ നമ്മൾക്ക് കയറുന്നത് തന്നെ എന്തോ ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടുള്ള റിഫ്രഷ്മെൻ്റ് ആണ് തോന്നുന്നു കേട്ടോ. ഭയങ്കരം തന്നെ. ഇതെന്താ പറയുക, നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് തുറന്നു നോക്കാം കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, ഹിയർ ഇസ് എ ലിറ്റിൽ ഗേറ്റ് ടു ഷോർട്ടൻ യുവർ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ്. അയ്യോ കോമഡി. ഇത് ഒത്തിരി ദൂരെ കണ്ടോ കേട്ടോ, കുറേ പോകണം തോന്നുന്നു. ഇത് നമ്മുടെ എയറോ ബ്രിഡ്ജിൻ്റെ അവിടെ ആയതേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ കാണുന്ന ആ ഒരു ഭാഗത്തും കണ്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പുതിയ വിമാനം. സെയിം വിമാനം തന്നെയാണ്, എയർബസ് A320 നിയോ, പക്ഷെ വേറെയാണ്. അപ്പോൾ ഇതാണ് മറ്റേ വിമാനം ലേറ്റ് ആയപ്പോൾ ഇവർ അറേഞ്ച് ചെയ്ത പുതിയ വിമാനം. എൻ്റെ ദൈവമേ, അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഈ ഫ്ലൈറ്റിൽ ഓടിയാൽ മതിയായിരുന്നു. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ ചൂടാവുന്നുണ്ട്. ചൂടായിട്ട് കാര്യമില്ല, കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ നേരത്തെ കണ്ടുപിടിച്ച് വണ്ടി വിടുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് തന്നെയാണ്. വണ്ടി വിട്ട് എന്തിലായിരുന്നു എന്ത് ചെയ്തല്ലേ. എന്തായാലും ഇൻഡിഗോ ആ കാര്യത്തിൽ ബെസ്റ്റാണ്. വേഗം തന്നെ അറേഞ്ച് ചെയ്തവർ. എയർ ഇന്ത്യയൊക്കെ ആയിരുന്നു എന്ത് തരുന്ന അവസ്ഥ. അയ്യോ, നമ്മൾ ഈ വാർത്തയിലൊക്കെ കാണുന്നതല്ലേ. ഞാൻ ഫ്ലൈറ്റ് റഡാർ ആപ്പിൽ നോക്കിയപ്പോൾ കണ്ടത് ഇത് കൊളംബോന്ന് ഹൈദരാബാദ് വന്നൊരു ഫ്ലൈറ്റാണിത്. അതാണിപ്പോൾ ഇവർ ഈ പാട്നയ്ക്ക് വിടുന്നത്. അങ്ങനെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്തെങ്കിലും ആയിട്ട് അറേഞ്ച് ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഇത് മിക്കവാറും 7:30 അവിടെ എത്താൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഏകദേശം വേണം പാട്ന എത്താൻ. ഇത് നമുക്ക് ഈ റിഫ്രഷ്മെൻറ്റ് തന്നാണ്. ഇതാണ് മൊത്തം ഇങ്ങനെ ചളങ്ങി പറഞ്ഞിരിക്കുകയാണ്. എന്ത് പോലെ. ഓ, പേരിന് വേണ്ടി തന്ന പോലെ ഉണ്ട് കേട്ടോ. ട്രോപ്പിക്കാനയുടെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അതിങ്ങനെ ചളങ്ങിയിരിക്കുക. കൊള്ളാം.
പിന്നെ ഇത് എന്തുവാ സ്പൈസി ട്രയൽ മിക്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നട്ട്സൊക്കെ ഉള്ളൊരു സാധനം തോന്നുന്നു. ഇതാണ് ലേറ്റ് ആയതിന് റിഫ്രഷ്മെന്റ് തന്നത്. ഇതിൽ കണക്ഷൻ പോകേണ്ട ആൾക്കാരുണ്ടായിരുന്നു കൊൽക്കട്ടയ്ക്കും ഡൽഹിക്കും. അപ്പോൾ അവരെ വേറെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. അപ്പോൾ കണക്ഷൻ പോകേണ്ട ആൾക്കാർ ഇതിനകത്തില്ല. ബാക്കി പാട്നയ്ക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ലേറ്റ് ആയതുകൊണ്ട് എയർ ഹോസ്റ്റസ്മാരൊക്കെ വെള്ളം വേണമെന്ന് ചോദിച്ചുകൊണ്ട് വെള്ളം കൊണ്ട് തരിക. അല്ലാതെ വെള്ളം വേണം ചോദിക്കത്തുമില്ല, നമ്മൾ വേണം ചോദിച്ചു മേടിക്കണം. എന്തുമല്ലേ. 5:19 ബോർഡിങ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവർ അനൗൺസ് ചെയ്തു. അപ്പോൾ ഇനി ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് വണ്ടി ടാക്സി ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകും. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് എന്ന ഫ്ലൈറ്റിൽ പൈലറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്തില്ലായിരുന്നു, പക്ഷേ ഇതിനകത്ത് അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു സോറി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആദ്യം പോയിരുന്ന വിമാനത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇത് എടുത്തതെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം 5:30 സമയം, ഇതുമായിട്ട് വണ്ടി വിട്ടിട്ടില്ല. 5:30. ഇത് നമ്മൾ രാവിലെ കണ്ട ഫ്ലൈറ്റില്ല, അതെങ്ങനെയുണ്ട് ഇവിടെ വന്നു? അതിനി ഇവിടെ വന്നു കാണോ അതോ അങ്ങനത്തെ വേറെ ഉണ്ടോ ഇനി? ആർക്കറിയാം. രാവിലെ കണ്ട സെയിം ഫ്ലൈറ്റ് കേട്ടോ. ഈ എൻജിൻ്റെ അവിടെ ഒരു ചുമന്ന ഇത് വെച്ച് മൂടിയേക്കുന്ന ഇനി കട്ടപ്പുറത്ത് കിടക്കുന്ന വിമാനം വേണ്ടാണോ അങ്ങനെ? ആർക്കറിയാം. 2 സ്പൈസ് ജെറ്റിന് 2 വിമാനം കിടക്കുന്നുണ്ടോ? ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്നുണ്ടോ? ആ വിമാനം ലാൻഡ് ചെയ്തിട്ട് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ റൺവേയിൽ തന്നെയാണ് വരുന്നത് ലാൻഡ് ചെയ്യാൻ വേണ്ടി. കണ്ട വരുന്നത് കണ്ട ഏത് വിമാനമാണെന്ന് നോക്കിയിട്ട് പറയാം. ഇൻഡിഗോ തന്നെയായിട്ട് വേറെ ഒന്നുമല്ല. എന്താ അടിപൊളിയല്ലേ? ഫ്ലാഷ് അടിക്കുന്ന പോലെ കാണുന്നത് മിന്നലാണ് കേട്ടോ. താഴെ മഴയാണ്, ബീഹാറൊക്കെ മഴയാണെന്നാണ് കേട്ടത്. മിന്നലാണ് കാണുന്നത് കേട്ടോ, അല്ല എയർപ്ലെയിന് ലൈറ്റൊന്നും അല്ല. നല്ലപോലെ മിന്നലടിക്കുന്നുണ്ടോ കേട്ടോ. എനിക്ക് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, വെട്ടം കുറഞ്ഞോണ്ടേ. നമുക്ക് നല്ല മിന്നലുണ്ട്. പകലാണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്താൽ പുറത്ത് എന്തെങ്കിലും കാണാമെന്നെങ്കിലും പറയും. ഇത് രാത്രി ഒന്നും കാണത്തില്ല, വെറുതെ ഇരിക്കാന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. ഫ്ലൈറ്റ് ശരിക്കും മടുപ്പാണ്. പിന്നെ പെട്ടെന്ന് എത്തണമെങ്കിൽ ഫ്ലൈറ്റ് തന്നെ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ട്രെയിനല്ലേ പോകത്തുള്ളൂ. മിക്ക ട്രെയിനിന് എങ്ങനെ ടിക്കറ്റ് കിട്ടാനോ അത് പെട്ടെന്നൊക്കെ നോക്കിയാലും അതും ബീഹാർ വരെ. നമ്മളങ്ങനെ പാട്ട എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ആ പാലം കണ്ടത്, ഒരു പാലമാണ്. ഗംഗാ നദിയാണ് ആ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. പകലാണ് അടിപൊളിയായിട്ട് കാണാമായിരുന്നു. ഇപ്പം ഗംഗാ നദിയുടെ മുകളിൽ കൂടെ ഒരു പാലം പോകുന്നതാണ് നിങ്ങളെ കാണുന്നത്. നല്ല അടിപൊളി ഒരു സീനാണ്. പിന്നെ പാട്ന സിറ്റിയുടെ ഒരു രാത്രിത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ലൈറ്റും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പകലായിരുന്നെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായിരുന്നു. നമ്മുടെ ആക്ച്വൽ ടൈം ആയിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റിയേനെ. പിന്നെ നമുക്ക് കാണുന്നത് പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല തിരക്കാണ് അവിടെ താഴെ നോക്കി. അപ്പോൾ പട്ന ജംഗ്ഷൻ്റെ അവിടെ ഫുള്ള് വണ്ടികളാണ്. ആ പട്ന ജംഗ്ഷനാണ് ആ കാണുന്നത് കേട്ടോ. ആ പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ കൂടെ ആണ് നമ്മൾ നേരെ പട്ന എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പട്നയിലെ ജയപ്രകാശ് നാരായൺ എയർപോർട്ട്, ഇത് എയർപോർട്ടിൻ്റെ പേരാട്ടോ, ജയപ്രകാശ് നാരായൺ. അപ്പോൾ ജയപ്രകാശ് നാരായൺ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:35. ലാൻഡിങ് ഭയങ്കര റഫായിരുന്നു. ലാൻഡ് ചെയ്തപ്പോൾ അതുകൊണ്ട് ആ സാധനം വരെ തുറന്നു പോയി. അതുപോലത്തെ അടിയാണ് കിടന്നടിച്ചത്. പോരെ പുറത്തിറങ്ങിയിട്ട് എയർപോർട്ട് കണ്ടിട്ട് നമുക്ക് റൂമിൽ പോകാം. ഇതിൻ്റെ ടെർമിനൽ കെട്ടിടം ഉണ്ടല്ലോ, അത് കുറച്ച് നാളായിട്ടുള്ളൂ, പുതിയതാണ്. ചെറിയ എയർപോർട്ട് കേട്ടോ, ഒറ്റ റൺവേ ഉള്ളൂ. ഹൈദരാബാദിന് 2 റൺവേ ഉണ്ടായിരുന്നു, ഇതിന് ഒറ്റ റൺവേ ഉള്ളൂ. എയറോ ബ്രിഡ്ജ് ഒന്നുമില്ല, മറ്റേ ഇറങ്ങിപ്പോകുന്ന മറ്റേ സാധനമാണ് പിടിപ്പിക്കുന്നത്. കണ്ട പുറത്തൊന്നും കാണുന്നില്ല. അതുപോലെ ഇതിൽ എന്തോ പേപ്പറോ അങ്ങനെ എന്തോ വന്ന്. അയ്യോ എൻ്റെ ദൈവമേ, ക്ഷീണിച്ച് മതിയായി കേട്ടോ. ഇതാണ് നമ്മളെ ഒന്ന് വിമാനം. ഇവിടെ എല്ലാം ഇങ്ങനെ ഒന്നും കാണത്തില്ല പുറത്തോട്ട്, അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ ബസ്സിൽ പോയി കയറണം. എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് പുതിയ ഒരു ബോയിങ് 737 മാക്സ് സീറ്റ് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പട്ന എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പുതിയ കെട്ടിടം വാങ്ങിക്ക്. ഇതുണ്ടാ ഇവിടെ എന്തൊക്കെയോ പെയിൻറ്റിങ്ങും സംഭവങ്ങളും
നൈസ് സംഭവം കേട്ടോ, നല്ല വൃത്തിയുണ്ട്, അടിപൊളി, സൂപ്പർ അല്ലേ. ഇത് കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ, അത്ര വലിയ എയർപോർട്ടൊന്നുമില്ല, ഒറ്റ റൺവേ ഉള്ളൂ. ഇവിടെ രാത്രി ഫ്ലൈറ്റ് ഒന്നുമില്ല, ലാസ്റ്റ് ഫ്ലൈറ്റ് 10:30-ക്കാണ്, പിന്നെ രാവിലെ 7:00-ക്ക് എന്തേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഫ്രണ്ടിൽ കണ്ടോ ഒരു അടിപൊളി ആ ബീഹാറിൻ്റെ ഒരു നല്ലൊരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. നോക്കിയേ, സൂപ്പറല്ലേ കാണാൻ. ഈ എയർപോർട്ടിൻ്റെ പേര് ജയപ്രകാശ് നാരായൺ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിത്തരാൻ വേണ്ടി പ്രയത്നിച്ച ഒരു ഫ്രീഡം ഫൈറ്ററിൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു എയർപോർട്ട് അറിയപ്പെടുന്നത്. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടായിരുന്നു. നേപ്പാളിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ ഇല്ല, ഇപ്പോൾ ഇൻ്റർനാഷണൽ, ഇപ്പം ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ. ഡൽഹിയിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതലും ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നല്ല ക്ലീനാണ്, അടിപൊളി. ഇവിടെ പുറത്ത് എൻ്റെ കണ്ണാടിയിൽ വേപ്പർ വന്നു, ഒരു മിനിറ്റ്. ഇത് സിറ്റിയിൽ നിന്ന് ശകലം മാറിയുള്ളൊരു എയർപോർട്ടാണ്, എന്ന് വെച്ചാൽ ഒത്തിരി മാറിയിട്ടൊന്നുമല്ല. ഇവിടെ ഓരോന്നൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ലോഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എയർപോർട്ട് കൊള്ളാം, നല്ല അടിപൊളി എയർപോർട്ട്. നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഫോട്ടോ കാണിക്കുന്നത് ഇതല്ല, പഴയ കെട്ടിടത്തിൻ്റെ ഫോട്ടോ ആണ്. അത് റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു. ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ജയപ്രകാശ് നാരായൺ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അവിടെ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നും ഇപ്പോൾ ഇല്ല, എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനൊരു ഊബർ എടുത്തിട്ട് നമ്മൾ ഇന്ന് താമസിക്കുന്ന റൂമിന് അങ്ങോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. നമ്മളങ്ങനെ ടാക്സി എടുത്ത് നമ്മൾ താമസിക്കുന്നതിനവിടെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ ശാന്തിലാൽസിൻ്റെ ഒരു സ്വീറ്റ്സിൻ്റെ കടയുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് കൂടെ ആണ്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ റൂം കേട്ടോ, Airbnb ആണ്, പക്ഷേ ഇതൊരു ഹോട്ടലാണ്. അപ്പം നമ്മൾ പട്നയിൽ താമസിക്കുന്ന Airbnb ആണ് കാണുന്നത്. ഇതൊരു ഹോട്ടൽ മുറിയാണ് കേട്ടോ, പക്ഷേ Airbnb ആക്കി അവർ, ഇതൊരു ഹോസ്പിറ്റാലിറ്റി ഒരു ടീമാണ്. അപ്പോൾ അവർക്ക് അല്ലാതെയും Airbnb ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മുറിയാണിത്. നല്ല 1500 രൂപയ്ക്കാണ് എനിക്ക് അടിപൊളി ഒരു മുറി കിട്ടിയത്, നല്ല സെറ്റ് മുറിയാണ്. നല്ല ചൂടാണ് കേട്ടോ, AC ഒക്കെ ഇട്ടിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. രണ്ടാമത്തെ, അതായത് ഹൈദരാബാദിന് പാട്ന വരുന്ന യാത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു കംഫർട്ടും ഇല്ലായിരുന്നു. ലാൻഡിങ് ഒക്കെ ഭയങ്കര ശോകമായിരുന്നു. അതുപോലെ ലേറ്റ് ആയപ്പോൾ മടുത്തു പോയി, എല്ലാവരും ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുമായിരുന്നു. എനിക്ക് കൊച്ചി ഹൈദരാബാദ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഹൈദരാബാദ് പാട്ന ഇഷ്ടപ്പെട്ടില്ല. റിഫ്രഷ്മെൻ്റ് തന്നെ തന്നതാണെങ്കിൽ അതിലും വലിയ ഐറ്റം എൻ്റെ ദൈവമേ, അയ്യോ. പിന്നെ എത്തി ഇവിടെ, നമ്മൾ രാവിലെ ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. വേർത്ത് കുടിച്ചിരി ഫ്രഷ് കാണാം. അപ്പോൾ നമ്മൾ നാളെ രാത്രി നമ്മൾ തിരിച്ചിരി നമ്മൾ എറണാകുളത്തേക്ക് പോവാണ്. ബറോണി, എറണാകുളം, രക്തിസാഗർ എക്സ്പ്രസ്, അതിൻ്റെ 3 വീഡിയോ കാണും. അതിന് മുമ്പ് പട്നയിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം. ബൈ.